നരേന്ദ്രമോദിയുടെ BJP സഖ്യ സർക്കാരിനെ നിരന്തരം പിടിച്ചുകുലുക്കുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നീക്കം ഇനി ഒരു വർഷം കൂടി ഉണ്ടാകും. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ നിതീഷ് തന്റെ നിലപാട് വ്യക്തമാക്കും. നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസത്തെ നീതി ആയോഗ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നതിൽ BJP വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. ബജറ്റിൽ നിതീഷിനും നായിഡുവിനും വേണ്ടതെല്ലാം നൽകിയിട്ടും എന്തിനിങ്ങനെ വിട്ടുനിന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. ബീഹാർ മുഖ്യമന്ത്രി നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് സംസ്ഥാനത്തിന് പ്രത്യേക പദവി നിഷേധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തോടുള്ള അതൃപ്തി മൂലമെന്ന് ഇപ്പോൾ വ്യക്തമായി വരികയാണ്. പിന്തുണ നൽകുമ്പോൾ നിതീഷ് കുമാർ മോദിയോട് ആവശ്യപ്പെട്ടത് ബീഹാറിന്റെ പ്രത്യേക പദവിയാണ്. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാർ പ്രത്യേക പാക്കേജിന്റെ പേരിൽ ബീഹാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധ മാർച്ചുകൾ അടക്കമുള്ളവ പ്രത്യേക സമര പരിപാടികളായി ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നതോടെ നിതീഷിന് സംസ്ഥാനത്ത് പറഞ്ഞു നിൽക്കാൻ ഇനി വഴികളില്ല. കേന്ദ്രം തരാത്തതാണെന്നും താൻ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാനത്തെ ജനങ്ങളെ അറിയിക്കാനാണ് നിതീഷ് കുമാർ ഈ കഴിഞ്ഞ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. കേന്ദ്ര സർക്കാർ പ്രത്യേക പദവി നൽകാതിരുന്നതിന് പിന്നാലെ നിതീഷ് വലിയ അസ്വസ്ഥനാണ്. പക്ഷേ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതും ചർച്ചയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. അതായത് നിതീഷിന് ഈ നിർണായക യോഗത്തിൽ പങ്കെടുക്കാമായിരുന്നുവെന്നും അദ്ദേഹത്തിന് ബീഹാറിന് പ്രത്യേക പദവി ആവശ്യപ്പെടാനുള്ള ഒരവസരമാണ് നഷ്ടമായിരിക്കുന്നത് എന്നുമാണ് ബീഹാറിലെ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി പറയുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയില്ല എന്നതാണ് ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിനെയും JDUവിനെയും പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ നടത്തുന്നത്. അവർ ലക്ഷ്യം വെക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും BJPയോടൊപ്പം നിൽക്കുന്ന നിതീഷിന്റെ തോൽവിയാണ്. കാരണം മുഖ്യമന്ത്രി കസേര ഒന്നു മാത്രമാണ് നിതീഷിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അദ്ദേഹം താമര ചിഹ്നം വരെ പിടിച്ച് BJPയോടൊപ്പം നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം പോകുന്നതോടെ മോദിയെ താഴെ ഇറക്കാനുള്ള കളിയായിരിക്കും പിന്നീട് നിതീഷ് കുമാർ കളിക്കുക. അതിനിടയിൽ JDUവിന്റെ 12 MP-മാരിൽ പലരെയും കച്ചവടം നടത്താൻ BJP ശ്രമിച്ചേക്കും. അങ്ങനെ വന്നാൽ നിതീഷിന്റെ BJPയോടുള്ള ബന്ധം തകരും. BJPയും JDUവും തമ്മിലുള്ള ബന്ധം തകർന്നാൽ ബീഹാറിൽ ഇന്ത്യ മുന്നണി അനായാസം ജയിച്ചു വരും. തേജസ്വി യാദവിന്റെ RJDയുമാണ് കോൺഗ്രസിനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അടങ്ങുന്ന ഇന്ത്യ മുന്നണി ബീഹാറിൽ വളരെ ശക്തമാണ്. ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ തോൽവി അത് നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിന്റെ കൂടെ തുടക്കമായിരിക്കും. ഇന്ത്യ മുന്നണിയുടെ സഹായം നിതീഷ് കുമാറിന് ആവശ്യമായി വരുന്ന ആ ദിവസം മോദിയുടെ സർക്കാർ നിലം പതിക്കും. അതിനൊരു വർഷം വരെ അഥവാ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് കാത്തിരിക്കാം.